വെറും 750 രൂപയ്ക്ക് കൊച്ചിയിൽ ഒരു പീസ്ഫുൾ ആൻഡ് ഹാപ്പി ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രൂസാണ് നമ്മളിന്ന് പോകുന്നത്. സോ വെൽക്കം ടു നമുക്ക് കെവിൻ്റെ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് കെവിൻ എന്ന്. കെവിൻ എൻ്റെ ഫ്രണ്ടാണ്. ഒരുപാട് നാളായി അറിയാവുന്നൊരു ഫ്രണ്ടാണ്. കെവിൻ ഒരു കെവിനാണ്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് കെവിനും ഉണ്ട് കൂടെ. കെവിൻ്റെ ഒരു തൊട്ടടുത്ത എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ. നമ്മൾ കാലാവസ്ഥ നോക്കി കുറച്ച് സീനാണ്. മിക്കവാറും നനഞ്ഞ് കുളിക്കും. മഴ ചാടി തുടങ്ങി. കെവിൻ പോയോ? ഗൈസ്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കെവിൻ്റെ വീട്. വാ. ഓ സീൻ, ഡ്രസ്സൊക്കെ ഇട്ട് സീൻ, പ്രതീക്ഷിക്കാത്ത കറ്റവും. വാ, ഇന്ന് മിക്കവാറും. ഹലോ, ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ്, നല്ല മഴക്കാരുണ്ട്. നമ്മൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചാൽ മിക്കവാറും നല്ല സൈറ്റായിരിക്കും. അറ്റ്ലീസ്റ്റ് മഴയുള്ള കടൽ കാണാം. പുള്ളിനടുത്ത് പറഞ്ഞത് എന്താണ്, ബോട്ടിൻ്റെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹൈക്കോർട്ട് വരാൻ പറഞ്ഞു. ഹൈക്കോർട്ടിലൊന്ന് വിളിക്കാൻ പറഞ്ഞു. ബോട്ടിങ് കുടയില്ലേ? ബോട്ടിങ് ചെല്ലും പറയാൻ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഒരു കുടയിരിപ്പില്ല. കടല് പോയിട്ട് കായലിൽ തന്നെ ബോട്ടിറക്കായിരിക്കും. കാശോ ചെല്ലും പറയാൻ എന്താണ് അവസ്ഥ. സാധാരണ മഴ, ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധാരണ കുഞ്ഞു ബോട്ടൊക്കെ പോലും തിരിച്ച് ഇറക്കൂല. പിന്നെ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തറിയാം ബോട്ടിങ്ങിന്റെ അവസ്ഥ എന്താണ്. ഓ, മഴ കൂടി കൂടി വരികയാണ് കൈ. ഇതിലെ മഴ. അടുത്ത 3 മണിക്കൂർ കേരളത്തിൽ ശക്തമായ കാറ്റും സാധ്യത. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകുമ്പോഴും മഴ പെയ്യുമെന്നൊക്കെ നോക്കണാണല്ലോ. ഇന്ന് മഴ പെയ്യുമെന്നൊന്നും നോക്കിയില്ല. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തി. മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുട എടുത്തേക്കാം. ഗൈസ്, ഞങ്ങളുടെ വെള്ള ഷൂ വലിയ കാര്യത്തിൽ വൈറ്റ് ഷൂ ഒക്കെ ഇട്ട് വന്നതാണ്. ഭാഗ്യം പാൻറ് വായിച്ചിടാൻ ഞാൻ വൈറ്റ് പാൻറ് തന്നിരിച്ചത്. തീരുമാനമായാലേ ബോട്ടിങ് ക്യാൻസൽ ചെയ്യോ അവര്? അതിൽ വഴിയുണ്ടോ? അവിടെ ഒരു വഴി, അവിടെ അതൊരു വഴിയുണ്ട്. വെള്ളം അവിടെ ഒരു വഴി. എന്തായിരുന്നു? എടാ, ഞാൻ നനങ്ങണ്. ഒരു കുടമായിരിക്കും. ഞാൻ സ്റ്റൈലിൽ ചാടി. ഞാൻ പഠിപ്പിച്ചല്ലേ, അതിന് ചെയ്യും. ഞാൻ വേണമെങ്കിൽ വന്നിട്ട് കാണിച്ചിടാം. ഓ, അതിന്റെ വഴി ഒന്നിട്ട് കാണിച്ചില്ല. വാ, ഇതെന്താണ് ആരെ നോക്കണേ? നാണിക്കണെന്തിനാ? ഓ, ഇതിൽ കാണാം. 354. ഗൈസ്, അങ്ങനെ നമ്മൾ ബോട്ടിലെത്തി. മഴ കുറച്ച് കുറച്ചിട്ടുണ്ട്. കൂടി കുഴപ്പമുണ്ടാവില്ലേ. സോ ഗൈസ്, നമ്മൾ പാസ് വാങ്ങിച്ച് ബോട്ടിലേക്ക് കയറി. അവിടെ മഴ പെയ്ത കാരണം ഫുള്ള് നനഞ്ഞ് കിടക്കുകയായിരുന്നു. എന്തായാലും ബോട്ടുണ്ടല്ലോ, ഞാൻ വിചാരിച്ച് ക്യാൻസൽ ആവും. ഈ റൈഡ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ആസ്തറ്റിക് ഈവനിങ് വൈബ്സ് ഉള്ള ഫോട്ടോ ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഫുള്ള് മഴവിൽ വൈബ്സാണ്. മഴവിലല്ല, മഴ വൈബ്സ്. കലങ്ങി പോലെ ആ കാണുന്നതാണ് ഗൈസ്, ഇന്ത്യാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ. വെൽക്കം ടു കൊച്ചി, ഗോഡ്സ് ഓൺ കൺട്രി. പരസ്യമായിക്കോട്ടെ. വിചാരിച്ചത്ര വൈബില്ല. അകത്തു ഇരിക്കാം. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് സീറ്റ് പോകും. ഓ, ഇതിലെ പോലെ അങ്ങോട്ട് പോലെ ആ റൂട്ടാ പോണം. ഞാൻ ഇങ്ങോട്ടാന്ന് ചോദിച്ചു.
കടലിൽ നിന്ന് എത്ര കിലോമീറ്റർ ആവും? 25 കടലിലല്ല, കായലിൽ നിന്ന് 25 കിലോമീറ്റേഴ്സോട്ട് കായലിൽ നിന്ന് കടലിലോട്ട് 25 കിലോമീറ്റർ പോകും എന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ വ്ളോഗിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞു വന്നത്, ഇന്ന് എൻ്റെ കൂടെ ബോട്ടിങ്ങിനാണ് കഴിഞ്ഞു വന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ആപ്സ് വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ച് പൊളിയായിരുന്നില്ലേ? കെവിൻ ഞങ്ങൾ കുറേ ആളെ പരിചയമുണ്ട്, 10 കൊല്ലം ഉണ്ടാവും, 10 years. ഓക്കെ, സ്കൂൾ ഫ്രണ്ട്സ് ആണ്. സ്കൂൾ ഫ്രണ്ട്സ്, നെയ്ബർ ഫ്രണ്ട്സ്, തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ. അപ്പോഴാണ് ഫുഡില്ല, ചായ കടി മാത്രം, കണ്ണു കാണുന്നില്ല. നല്ല ഹെൽത്തി വിത്ത് പ്രോട്ടീൻ സാധനം കഴിക്കാം. ഗുഡ് ഈവനിങ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എത്ര മലയാളികളുണ്ട് നോക്കണം, റൈസ് യുവർ ഹാൻഡ്സ്. മലയാളീസ്, മലയാളി എന്ന് പറയാൻ തന്നെ വേണ്ടിയുള്ള ആൾക്കാരുടെ ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹായ്. ഹലോ, ഇത്ര പേരുണ്ട്, ആകെ 4 ഹായ് ആണ് കിട്ടിയത്. This much of strength I only got 4 highs. Hi. ഹലോ. Okay, chance center. So please do not let your child stand on any sort of height. Okay. So we do have നിങ്ങളുടെ ലൈഫ് ജാക്കറ്റുകളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. So we have stored your life jackets towards the. മഴ കാരണം സൺസെറ്റിൻ്റെ വ്യൂ നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് പോയെങ്കിലും മഴ ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും മേഘമൊക്കെ മാറി സൂപ്പർ വ്യൂ ആയിരുന്നു. മേഘത്തിന് ഇടയിൽ കൂടെയൊക്കെ ലൈറ്റ്സ് വരുമായിരുന്നു. പിന്നെ ബോട്ടിങ്ങിൽ വെച്ചിട്ട് കുറേ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാനും പറ്റി. ആക്ച്വലി മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, വേറൊരു ഹെവൻലി വ്യൂ ആയിരുന്നു. കിളികളും മേഘവും വാർഷിപ്സൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ പുറത്ത് നിന്ന സമയത്ത് അകത്ത് വേറെയും പരിപാടി ഉണ്ടായി, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളകത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ മെൻ്റലിസം ആണ് നടന്നുകൊണ്ട് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായി. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഇൻട്രോവേർട്ട് അതിന് സമ്മതിച്ചില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോടെ നിന്നപ്പോഴത്തേക്കും താഴെ പാർട്ടിക്കുള്ള സമയം DJ പാർട്ടി. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് വിശപ്പോടുകൂടി ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് ഗൈസ്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയാ. കെവിൻ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ പോകണം നമ്മൾ. അത് എടപ്പള്ളിയിലാണ് അല്ലേ? ഇവിടെ എടപ്പള്ളി സൈഡാണ്. തുറന്നൊരു 7 കിലോമീറ്റർ ഉണ്ട്. വേഗം പോകും, എനിക്ക് വിശന്നിട്ട് പോയാ. സ്ലോ കുക്ക്ഡ് ബീഫ് ഇതൊക്കെ വേണം. നല്ല റിവ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ കണ്ടും കഴിച്ചു അറിയാനായിട്ട്. ഓക്കെ, മാപ്പ് ഇട്ട് വെച്ച് 23 മിനിറ്റ് ഉണ്ട്. 23 മിനിറ്റ് ഞാൻ വിശപ്പ് സഹിച്ചിരിക്കണം. നല്ല വിശപ്പാണ് കഴിച്ചു. അവിടെയുള്ള പോസ്റ്റ് വേറെ ഉണ്ടോ? അവിടെ പോസ്റ്റ് ഉണ്ടാകും, അപ്പോൾ അത് പഠിക്കാം, അവിടെ നിന്ന് കഴിക്കാം. കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി. ബാർബിക്യൂ ആണ്, അപ്പോൾ തിന്നറിയാം. സ്നാക്സ് ഉണ്ടായിരുന്നു ബോട്ടിൽ, പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. ഫുഡിൻ്റെ വിശപ്പിൽ ഞാൻ കെവിനെ മറന്നു. കെവിന് മറന്നേ, കീഴുള്ള കാര്യം തന്നെ. നമ്മൾ എന്ന് വന്നേക്കുന്നത് ഇവിടെ നല്ല സ്ലോ കുക്ക്ഡ് ബീഫ് കിട്ടുന്ന പറഞ്ഞിട്ടാണ്. സോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് തിന്നിട്ട് പറയാം. ബീഫ് ബ്രിസ്ക്കറ്റും പോർക്ക് ബെല്ലിയും പറയാം. രണ്ടും എടുത്തു. വേറെ എന്താ ഉള്ളത്? വേറെ സൈഡ്സ് ബേക്കൺ പൊട്ടറ്റോ സാലഡ് മാക്ക് ആൻഡ് ചീസ് ഫ്രൈസ് ഉണ്ട്, ബ്രിയോഷ് ബ്രെഡ്. ഫ്രൈസ് വേണോ? ഫ്രൈസ് ടാലോ ഫ്രൈസ് ആണ്, ബീഫ് ഫാറ്റിൽ തന്നെ ഫ്രൈ ചെയ്തത്. ഓക്കെ, ബെല്ലിയും ബിസ്ക്കറ്റും സാലഡും നമ്മൾ പറഞ്ഞു. ഫ്രൈസ് പറഞ്ഞില്ലേ? യെസ്, ഇത് മാത്രമേ ഉള്ളൂ, കുറിക്കാനുള്ള സാധനമൊന്നുമില്ല. കഴിച്ചത് ബേക്കൺ പൊട്ടറ്റോ നമ്മുടെ സാധനമാണ്. കൊള്ളാം, കപ്പലാണ്. സ്ലോ കുക്ക് ചെയ്ത ബീഫാണ് കഴിച്ചത്. ഒരുപാട് നേരം നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റായിട്ട് ചൂടാകില്ല. അപ്പോൾ ഈ ഫ്രൈസ് ഇവർ കുക്ക് ചെയ്തേക്കണത്
ബീഫിൻ്റെ നെയ്യ് കൊണ്ടാണ്. അതല്ലേ അങ്ങനെയുണ്ടോ? ബീഫിൻ്റെ നെയ്യുണ്ട് റൈറ്റ്. അപ്പോൾ പെട്ടെന്ന് പറയാം കൊളസ്ട്രോളൊക്കെ. വിശന്നതിനപ്പം ചുറ്റും ഒന്നും കാണുന്നില്ല. അപ്പോൾ ബീഫ് ബ്രിസ്ക്കറ്റും പോർക്ക് ബെല്ലിയും കഴിച്ചു. വയറും നടന്നില്ല, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നൈറ്റ് ഇത് മതി. കുറച്ച് അത്യാവശ്യം ഒരു 20% ബാക്കി 80% വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ ബൈ ചെയ്യാം. ബൈ. വീടെത്തി ഗൈസ്. ഉറക്കം വന്നിട്ട് അപ്പോൾ ഗൈസ്, അപ്പോൾ വീട്ടിലെത്തി. നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാം. നിങ്ങൾ ഉറങ്ങിക്കോ.